ഇത് ഡാഷ്മോനല്ല, അതുക്കും മേലെ. മാത്യൂസ് വാഴക്കുന്നം പാതിരി എന്തുകൊണ്ടാണ് നിക്കോദിമോസ് മെത്രാനെതിരെ ഇങ്ങനെയൊരു പരാമർശം നടത്തിയതെന്ന് വ്യക്തമാക്കുകയാണ് റാന്നി സ്വദേശിയായ മാത്യു ലഹന്ന. വാഴക്കുന്നം ബാവായെ പോയി കണ്ടറിഞ്ഞായിരുന്നു. എന്താ സംഭവിച്ചു? ബാവായെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു, ബാവ ഇച്ചിരി ഉപദേശിച്ചു. പിന്നെ പുരോഹിതന്മാരും മെത്രാന്മാരും ഒക്കെ കുറച്ച് ക്ഷമയുള്ളവരായിരിക്കണമെന്നും സഹിക്കണമെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. ഇപ്പം 2-3 മാസം ഒക്കെ ഇങ്ങനെ നിൽക്കട്ടെ, ഇപ്പം നടപടിയൊന്നും എടുക്കുന്നില്ല. അതിനോടകമായിട്ട് അദ്ദേഹത്തോട് പോയി അങ്ങ് നിരപ്പായിക്കോളാൻ പറഞ്ഞു. ഏതാ നിക്കോദിമോസിനോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പം പുള്ളി ഇവിടെ ഇങ്ങനെ റാന്നിയില് പിന്നെ പുള്ളിയുടെ അനുഭാവികളായ ചില വൈദികരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുക. ആ കൂട്ടത്തിൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാലത്തിന് ക്ഷമ പറയരുന്നു. ക്ഷമയും പറയല്ല, അവനുമായിട്ട് യാതൊരു ഇടപാടിനും പോകരുത്. അതിനൊരു 3-4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു. ഒന്ന്, ഇവന്റെ ആസ്ഥാനമാകുന്നത് ട്രിനിറ്റി ആശ്രമമാണ്. ആശ്രമത്തിന്റെ കെയർ ഓഫിലാണ് ഇവൻ മെത്രാനായത്. കാരണം ഈ അജ്ഞാനികളാകുന്ന വിശ്വാസികളെന്ന് പറയുന്ന കൂട്ടരുടെ കാരണം ഈ നെഞ്ചത്ത് കുരിശു വിട്ടിട്ട് പെണ്ണ് കെട്ടാൻ നടന്ന ഇവനെ ഭയങ്കര ഭീമനെ സന്യാസിയാണെന്നാണ് ധരിക്കുന്നേ. ആ കെയർ ഓഫിൽ ഇവൻ ഈ മെത്രാൻ സ്ഥാനത്തേക്ക് കിട്ടിയത്. ആ ട്രിനിറ്റി ആശ്രമം 26 വൈദികരെയും അതിന്റെ ഭൂസ്വത്തുക്കളുമായിട്ട് മുൻഗാമിയാകുന്ന ദിയോസ്കോറോസ് മെത്രാച്ചൻ തിരുവനന്തപുരത്ത് കബറടങ്ങി തിരുവനന്തപുരത്ത് ഭദ്രാസനാധിപൻ ഇവനെ ഏൽപ്പിച്ചാണ്, ഈ നിക്കോദിമോസ് എന്ന് പറയുന്ന ഈ കള്ളനെ ഏൽപ്പിച്ചാണ് അദ്ദേഹം മരിച്ചത്. ഇതിന്റെ കാലത്ത് ട്രിനിറ്റി ആശ്രമം പൊളിച്ചു. ഇപ്പൊ ആ മുക്കുടിയന്മാരെ 2 വൈദികരുണ്ട്, 26 വൈദികരുണ്ടായിരുന്നു. ബാക്കി വൈദികർ എതിരെ പോയി. ഈ സ്ഥാപനം മുടിച്ച് മുണ്ടക്കോലടിച്ചു. അതുപോലെ ഇവൻ ഈ ഭദ്രാസനം നശിപ്പിക്കും. സഭയെന്ന് ഉദ്ദേശിക്കുന്ന ചില ആളുകളെ കളിയാക്കിയാണ് ഇയാളെ നിക്കോദിമോസ് എന്ന് പേരിട്ട്. ഇവന്റെ മാതാപിതാക്കൾ ഇവന്റെ പേരിട്ട് ജോണി എന്ന. അതാണ് അംഗീകരിക്കപ്പെട്ട പേര്, ജോണി എന്ന. ഈ ജോണി അമേരിക്കയിൽ പോയി കാണിച്ച പരിപാടി, അവിടെ കാണിച്ച പരിപാടി, ഇവിടെ കാണിച്ച പരിപാടി ഒക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഈ സകലമാന മനുഷ്യർക്കും അറിയാം. അതിനെ കുറിച്ച് പിന്നെ ആധികാരികമായിട്ട് ഈ അമേരിക്കയിലുള്ള പിന്നെ പൗരന്മാരായിട്ട് താമസിക്കുന്ന അനേകം ആളുകൾ റാന്നിയിൽക്കാരുണ്ട്. അവരൊക്കെയും പറയുന്നത് അവിടെ ഉണ്ടോ. ഇപ്പൊ ഇവിടെ ഇവന്റെ കൂടെ അവിടെ താമസിച്ചിരുന്ന ഒരു വൈദികന് ഇവിടെ റാന്നി ചെമ്പമോൻ പള്ളിയിൽ പ്രായാധിക്യത്തിലായിട്ട് ഇരിപ്പുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ച് 1-2 പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ വൃദ്ധനാണ് അദ്ദേഹം. ഇപ്പോഴേ ഞങ്ങൾ ഒന്നിച്ച് താമസിച്ച എന്നോടൊന്നും ചോദിക്കല്ലേ, അവിടെ ആകെ നശിപ്പിച്ചു, അശുദ്ധമാക്കിയിരുന്നു. അവിടെ ആകെ അശുദ്ധമാക്കി ബർണ്ണബാസ് തിരുമേനി ശപിച്ച് ഇവിടുന്ന് ഇറക്കി വിട്ടതാ. ഇത്രയുമൊക്കെ അദ്ദേഹം പറയുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും പറയത്തില്ല. എന്നാൽ തൊലി പൊളിഞ്ഞു പോകുന്ന ആ പാവങ്ങള് അവിടെ അമേരിക്ക നടന്നിട്ടുണ്ട്. അമേരിക്കയുടെ രീതിയിൽ അതൊരു തെറ്റുകുറ്റമല്ല, നമുക്കത് ഭയങ്കര വർജനമാണ്. അമേരിക്കയിലെ മൃഗങ്ങളെ ഞാൻ നാളെ പറഞ്ഞ പോലെ കോഴിയൊന്ന് കൊത്തിയതുകൊണ്ട് അതിന് പീഡനമൊന്നും പറഞ്ഞുകൊണ്ട് കേസെടുക്കാത്ത പോലെ ഇതേ ഉള്ളൂ അമേരിക്കയിലെ രീതി. അപ്പം ഞാൻ ഈ പറയുന്നതിൻ്റെ ആശയം ഇതേ ഉള്ളൂ. പണ്ടത്തെ ഒരു സംഭവം എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. ഈ വട്ടിപ്പണ കേസിൻ്റെ കാലത്ത് റോയൽ കോടതി കേസ് വിസ്തരിക്കുമ്പോൾ മെത്രാൻ കക്ഷി എന്ന് പറയുന്ന ഓർത്തഡോക്സുകാരാണ് മെത്രാൻ കക്ഷി എന്നാണ് പറയുന്നത്. പാത്രിക്കസ് കക്ഷികളെ ബാവാ കക്ഷി എന്ന് പറയുന്നു. മെത്രാൻ കക്ഷിയുടെ ആളാകുന്ന മനോരമയുടെ മാമൻ മാപ്പിളയെ വിസ്തരിക്കുന്നു. പാത്രിക്കസിൽ മെത്രാൻ ബാവാ കക്ഷിയുടെ ഒരു വക്കീല്, അദ്ദേഹം ഒരു അയ്യരാ. അപ്പൊ മാമൻ മാപ്പിളയ്ക്ക് ഏതാണ്ട് ശോഭം വരുത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. മാമൻ മാപ്പിള സാഹിത്യ രൂപത്തിൽ അവന്റെ അപ്പന് പറഞ്ഞു, നീ ഇതെന്നോടല്ല നിന്റെ അപ്പനോട് വെച്ച് വെക്കാന്നുള്ള സാഹിത്യ രൂപത്തിലായിരുന്നു. അത് പെട്ടെന്ന് വലിയ എഫക്ട് ചെയ്യാത്ത രീതിയിൽ പറഞ്ഞു. അവൻ അത് കയറി എഫക്ട് ചെയ്തിട്ട് കോർട്ട് ലക്ഷ്യത്തിന് കേസെടുത്തു. കോടതി അവിടുന്ന് ഈ കേസ് രാജസന്നിധിയിൽ പറഞ്ഞയച്ചു. രാജാവ് ഭരിക്കുന്ന കാലമാണ് ഇത്, ഇവിടെ തീർക്കാൻ ഒക്കുന്നില്ല. കാരണം വീര്യങ്ങനെയുള്ള ആളാണ് മാമ മാപ്പിള. രാജസന്നിധിയിൽ 2 പേരെയും വരുത്തി, അയ്യരെയും വക്കീലിനെയും വരുത്തി, മാമ മാപ്പിളയും വരുത്തി. മഹാരാജാവ് ഈ വക്കീലിനോട് ചോദിക്കുന്നു, അയ്യരെ, കൊച്ചുമാമൻ നിന്റെ അപ്പന് പറയത്തക്ക വണ്ണം കൊച്ചുമാമന് വേദനയുണ്ടാകത്തക്ക വിധത്തിൽ നീ എന്തോ അങ്ങോട്ട് പറഞ്ഞു. നീ വക്കീൽ മിണ്ടിയില്ല. വക്കീലിനെ രാജാവ് ശിക്ഷിച്ചു, 6 മാസത്തേക്ക് നീ കോടതി വിചാരണയ്ക്ക് പോകണ്ടാന്ന്. ഇപ്പം ഞാനിത് പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ, വാഴക്കുന്ന നിക്കോദിമോസിനോട് ശാഠ്യമായി സംസാരിച്ചു എന്നുള്ളത് ഞാനും മാധ്യമങ്ങളിൽ കൂടെ കേട്ടതാ. അദ്ദേഹം ഈ ജോണിയെ ഇങ്ങനെ പറയത്തക്കൊണ്ടും ജോണി എന്തോ അങ്ങോട്ട് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും ഒരു അധ്യാപകൻ ഇങ്ങനെ കയറി ശോഭിക്കത്തക്ക വണ്ണം ജോണി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ മെത്രാൻ, ഈ കാട്ടുമെത്രാൻ, ഇവൻ കയ്യിൽ കുരിശ് പിടിച്ചുകൊണ്ട് നടക്കുന്ന യേശുവിനെ പേടിപ്പിക്കാനാ. ഇവൻ കൊടും പാപം ചെയ്യുന്നുണ്ടെ, ദൈവകോപം വരുന്നുണ്ടെ ഈ കുരിശെടുത്ത് കാണിക്കും. പണ്ട് കാൽവറിയിൽ ഇത് കയറ്റിയത് ഓർത്തോണം, ഞങ്ങളോട് കളിക്കില്ലെന്ന് കാണിക്കാനാണ് ഇവൻ ഈ കയ്യിൽ കുരിശും കൊണ്ട് നടക്കുന്നത്. ഇവൻ തലയിൽ കീറ്റ തുണിയിൽ ഈ കുരിശ് വരച്ച് വെച്ചിരിക്കുന്നതല്ല, ഇതിന് ഉദ്ദേശിച്ചാണ് പെയിന്റ് അടിച്ച ശവക്കല്ലറ എന്ന യേശു വിളിച്ചത് ഇവനെയാണ്. അരമനയുടെ കേസ് എന്ന് പറഞ്ഞാൽ അവളൊരു സാധു സ്ത്രീയാണ്. അവളെ മേരി എന്ന ഈ നിക്കോദിമോസ് ഇട്ട പേരാണ്. അവളൊരു പാണ്ടിക്കാരി സ്ത്രീയാണ്.
അവൾ ക്രിസ്തുമതത്തിൽ അവർക്കൊന്നും കൊള്ളാല്ല. നീക്കോദിമോസിന് സ്വന്തം ആവശ്യത്തിനും ഷൈജു കുര്യനും കൂടെ ആവശ്യത്തിന് വേണ്ടി അവൾക്കൊരു ചുമ്മാ തലയിൽ ഒരു കുരിശ് വരച്ച് മേരി എന്ന് പേര് വിട്ടെന്നേ ഉള്ളൂ. അവള് സാധു. അവളിപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ പണിയെടുത്ത് ജീവിക്കുന്നുണ്ട്. അന്ന് ഇവിടെ അരമനയിൽ കുറെ നാൾ സെർവ് ചെയ്ത് വഹിക്കാൻ വയ്യാഞ്ഞ 3-4 പേരെ വഹിക്കാൻ വയ്യ അവൾ ഇട്ടേച്ച് ജീവനും കൊണ്ട് ഓടിപ്പോയതാ. അവക്കൊക്കെ വലിയ പദവി കൊടുക്കാൻ പോവാണ് ഈ നീക്കോദിമോസും ചില ആളുകളും കൂടെ കൂടി ഈ അരമനയിൽ ഇത്രയും നാൾ സെർവ് ചെയ്തില്ല, അതിനൊരു വലിയ പദവിയൊക്കെ കൊടുക്കാൻ പോവാ. ഇപ്പം ഓർത്തഡോക്സിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പം അച്ഛന്മാരും പള്ളികളുമില്ല, മുഴുവൻ കത്തീഡ്രലിലും വലിയ പള്ളി, അച്ഛന്മാർ മുഴുവൻ റമ്പാന്മാരും കോർപ്പിസ്കോപ്പന്മാരും അച്ഛന്മാരിപ്പോൾ ഇല്ലല്ലോ, മുഴുവൻ കോർപ്പ്. ഏറ്റവും വലിയ തിമിംഗലങ്ങളാണ് മെത്രാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ ഇത് പറയുന്നതാണ് കുറ്റം. അതാണ് എനിക്ക് വഹിക്കാൻ വയ്യാത്ത സങ്കടം. ഇതാണ് ഏത് പാപവും ഇവർക്ക് ചെയ്യാം. അങ്ങനെ അച്ഛൻ അങ്ങനെ പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇടിവെട്ടുമെന്നാണ് സങ്കല്പം. ഈ ഒരു രീതി മാറിപ്പോയി. സകല മനുഷ്യരും ബുദ്ധിജീവികളായിപ്പോയി. ഇതിന്റെ കാപട്യം ഇത് പെയിന്റ് അടിച്ച കല്ലറയല്ല, വെറും സൂപ്പർ വെയിറ്റ് ആണ്. കുറുക്കൻ നീലവെള്ളത്തിൽ വീണതുപോലെ ഉള്ളൂ. ഇത് കുഞ്ഞാടിന്റെ വേഷം പൂണ്ട ചെന്നായ്ക്കളാണെന്ന് 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ വരെയും തിരിച്ചറിയാൻ തുടങ്ങിപ്പോയി. പിന്നെ ഇതിനകത്ത് ചിന്തിക്കേണ്ട വേറൊരു വലിയ വിഷയമുണ്ട്. എന്തുകൊണ്ട് ഓർത്തഡോക്സിലെ വൈദികർ വൻതോതിൽ പീഡനം ഇങ്ങനെ അഴിച്ചുവിടുന്നു? അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പലരും ചിന്തിച്ചിട്ട് പലരുടെ അഭിപ്രായം കേട്ടത്, ഈ സെമിനാരിൽ പോകുമ്പോൾ ആദ്യത്തെ പഠനം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഗുരുക്കന്മാർ ഇവരെ മിസ്യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇവരുടെ തലയിൽ തൊപ്പിയും കിട്ടി കഴിയുമ്പോൾ ഇവർക്ക് കൈ കിട്ടുന്ന അൾത്താരപാലന്മാരെ ആയാലും മരുവായി കയറുന്നവനെ കൈ കിട്ടുന്നതെല്ലാം ഉപദ്രവിക്കുന്നു. ഇതിൽ അപൂർവം ചിലർ മാത്രം വ്യഭിചാരം പാപമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അവർ സ്ത്രീകളെ ഉപദ്രവിക്കുന്നില്ല, കൊച്ചു പിള്ളേരെ ഉപദ്രവിക്കുന്നു. അങ്ങനെ കുത്തിക്കൊന്നിട്ടുണ്ട്, വൈദികരെ കുത്തിക്കൊന്നിട്ടുള്ള ചരിത്രവും മനോരമ പേപ്പറിലൊക്കെ വാർത്ത വന്നിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്, ഇവർക്കൊരു 3 വിവാഹത്തിന് സഭ അനുവദിച്ചു കൊടുക്കണം. ഒന്ന്, കുമ്പസാരിപ്പിക്കുമ്പോൾ അപ്പുറവും ഇപ്പുറവും 2 സ്ത്രീകളിരിക്കണം. മറ്റൊന്ന്, വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി. അങ്ങനെ ഒരു 3 വിവാഹം ഇവർക്ക് നടത്താമെന്ന് ഈ മീശ വളർത്തുന്ന പോലും തൊപ്പി വെക്കണമെന്നൊക്കെ പറഞ്ഞതുപോലെ ഇതൊരു 3 വിവാഹം ഇവർക്ക് പ്രത്യേകമായിട്ട് അത് മോളിൽ നിന്നുള്ള അനുവാദം വേണേ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. ആരോഗ്യമുള്ള 2 എണ്ണത്തിനെ വേണം. ഈ പള്ളിയുടെ ഭരണത്തിന് പോകുമ്പോൾ 2 എണ്ണത്തിനെ കൂടെ കൊണ്ടുപോകണം. ഒന്നിനെ കൊച്ചമ്മയെന്ന് വിളിക്കണം, മറ്റൊന്നിനെ വല്യമ്മയെന്നും വിളിക്കണം. അപ്പം ഏതെങ്കിലും മെനകേട് കാണിച്ചാൽ അണയ്ക്കടി അവളും കൊടുത്തോളും. അവിടെ ജീവൽ പ്രശ്നമല്ല ഇത്. ഈ കയ്യിലിരിക്കുന്ന വേണ്ട അഞ്ഞിട്ടാന്നോടാ നീ തെണ്ടാകുമ്പോഴെന്ന് വെച്ചാൽ അവൾ അണയ്ക്കടി കൊടുത്തോളൂ ഇവനെയൊക്കെ. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതിനകത്ത് ഞാൻ വേറെ വിദ്വേഷ പ്രസംഗങ്ങളൊന്നും പറയല്ല, അഹങ്കാരം പറയല്ല, മനോവേദന കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഒരുമാതിരിപ്പെട്ട ടൗണിൽ കൂടി ഇപ്പം നടക്കാൻ വയ്യ, ഓർത്തഡോക്സുകാരെന്ന് പറയുമ്പോൾ കാർക്കിച്ച് തുപ്പു, അതുകൊണ്ടൊക്കെ പറഞ്ഞു പോകുന്നതായത്. ഞാൻ അത് സങ്കടം കൊണ്ട് പറയുന്ന, അല്ലാതെ ആരോടും വെറുപ്പിക്കാനോ ആരെയും ഇൻസൾട്ട് ചെയ്യാനോ പ്രയാസപ്പെടുത്താനോ പറയുന്നതല്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, അടിമുടി കുഷ്ഠം കയറിയിരിക്കുന്നു. അടിമുടി കുഷ്ഠം അങ്ങ് ദേവലോകം മുതൽ ഇങ്ങ് കീറ്റപാള ശീല വരെയും കുഷ്ഠം കയറി പിടിച്ചിരിക്കുന്നു. 2 കാലേ മന്തുള്ളവൻ 1 കാലേ മന്തുള്ളവനെ മന്താന്ന് വിളിച്ച് അവമാനിക്കുന്നു. ഒരു വിരളെ സ്വല്പം നീര് കയറിട്ട് മരുന്നിന് വേണ്ടി വൈദ്യന്റെ അടുത്ത് ചെന്നപ്പം വൈദ്യൻ മൂലക്കുരു കൊണ്ട് കുത്തിമറിയുന്നു. അതുകൊണ്ട് ഈ വട്ടിപ്പണ കേസിന്റെ ശേഷം ഞാൻ ഈ പറയുന്നത് എൻ്റെ കറക്റ്റായിട്ടുള്ള തെളിവ് സഹിതമാണ്. ഈ വട്ടിപ്പണ കേസ് ഉണ്ടായതിന് ഇത് ശരിയാണ് 150 വർഷമായി ഇത് ആരംഭിച്ച. ആ വട്ടിപ്പണ കേസ് തീർന്നപ്പോൾ വേറെ ഉണ്ടായെന്നുള്ളൂ. ഇപ്പോഴത്തെ ഈ കേസിന് ശേഷം കുടുംബസ്ഥിതിയുള്ളവരും തറവാട്ടിൽ ജനിച്ചവനും പൗരോഹിത്യ പദവിയിലേക്ക് പോകാൻ മടിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്ക്, ആഭിജാത്യമുള്ളതും മാതാപിതാക്കൾക്ക് കീഴടങ്ങി അനുസരണയോടെ നിൽക്കും അങ്ങനെയുള്ള ഏതെങ്കിലും ഒരുത്തൻ ചെന്നുപോയെങ്കിൽ ഇനിയും അങ്ങനെയുള്ളവർ ചെല്ലുന്നുണ്ട് സെമിനാരി ചെല്ലുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ക്ലോസിൽ കൂടെ ഇവർക്കിത് മനസ്സിലായി. ഇത് സൂപ്പർ വെയിറ്റിന്റെ കളറേ ഉള്ളൂ, ഒറ്റ മഴയ്ക്ക് ഇത് മാറും. ഇവരുടെ ഉള്ളിലിരിക്കുന്നവർ അവൻ ഈ ആത്മീയം കളഞ്ഞേച്ച് പോയിട്ട് പെണ്ണ് കെട്ടി 4-5 കുഞ്ഞുങ്ങളുമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്ന 100 കണക്കിന് വൈദിക സ്റ്റുഡൻസിന്റെ പേര് ഞാൻ തരാം, അഡ്രസ് തരാം. എന്തുകൊണ്ടാണ് പോയി BJP ചേരാൻ കാരണം? അവന്റെ കയ്യിലിരിപ്പ് അതാണ്. അവൻ അവിടെ ചെന്ന് കയറിയേ പറ്റൂ. എന്ന് പറഞ്ഞാൽ താറാവിന്റെ മുട്ടയും കോഴിയുടെ മുട്ടയും കൂടെ കോഴിയുടെ കീഴയിൽ വെച്ച് വിരിച്ചാൽ വെള്ളം കാണുമ്പോൾ താറാവ് അങ്ങോട്ട് ചാടും, കോഴി കൊക്കിക്കൊണ്ട് പേടിച്ചും പുറകോട്ട് മാറും. അവന്റെ നാച്ചുറൽ, അവനിൽ അടങ്ങിയിരിക്കുന്ന ആത്മാവ് അവനെ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. കാരണം അവൻ ആദ്യം മുതലേ അവൻ റിയൽ എസ്റ്റേറ്റുകാരനാണ്. പുരോഹിതന്റെ കുപ്പായം ഇട്ട് കുഞ്ഞാടിന്റെ വേഷം പൂണ്ട ചെന്നായാണ്. അവന് റിയൽ എസ്റ്റേറ്റും പെണ്ണാലോചന ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവന്. ഞായറാഴ്ചയാണ് അവന്റെ ഏറ്റവും മെയിൻ. കുംഭസാരത്തിൽ കൂടെ ധാരാളം ആളുകളെ അവൻ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാം നീക്കോദിമോസ് ഇവനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു എന്നുള്ള ഇതിന് ഞാൻ പറയുന്ന സത്യമല്ലെങ്കിൽ എന്നെ ഇന്ന് മൂർഖം പാമ്പ് കൊത്തിക്കിടത്തെ സ്വർഗത്തിലെ ദൈവം ഇവനെ അടിച്ച് പൊട്ടിക്കും നീക്കോദിമോസിനെ.
ഈ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ഇത്രയും സംഭവം നടന്നിട്ട് ഇന്ന് വരെ ഇതിനെക്കുറിച്ച് ഒരു കാതോലിക്കായി ഒരു സുനഹദോസും ചിന്തിക്കുന്നില്ല. ട്രെയിനിൽ നിന്ന് വീഴുന്നു, പെരുവഴിയിൽ പോകുന്നു, ആകാശത്ത് വെച്ച് വെടി തീരുന്നു, ഉറക്കത്തിൽ ചത്ത് താഴെ വീഴുന്നു. ഇങ്ങനൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് സുനഹദോസുകാരനും കൂടി ചിന്തിക്കുന്നില്ല? സുനഹദോസ് എന്ന് പറയുന്ന തട്ടിപ്പ് പോവാ. ഇതേ സുനഹദോസാ പണ്ട് കൂടി യേശുവിനെ ക്രൂശിക്കാൻ വിധിച്ചത്. പീലാത്തോസ് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും ഇരുന്നോട്ടെന്ന് പറഞ്ഞ് ഇവരുടെ പിതാക്കന്മാരാ. അപ്പൊ ഞാൻ പറഞ്ഞത്, അവൻ വെള്ളം കാണുമ്പോൾ അവൻ ചാടിയേ പറ്റൂ. ഓർത്തഡോക്സ് സഭയിലെ എല്ലാ ഭദ്രാസനത്തെ കുറിച്ച് ഈ കേരളത്തിലുള്ളത് എനിക്കറിയത്തില്ല, പുറത്തുള്ളത് കുറച്ചൊക്കെ അറിയാവുന്നുള്ളൂ, മുഴുവനൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഈ നിലയ്ക്കൽ ഭദ്രാസനത്തിലെ ഭദ്രാസനാധിപനോ അവനോട് ചേർന്ന് നിൽക്കുന്ന വൈദികർക്കോ ജോർദാന്റെ അക്കരെ കയറുന്നത് പോട്ടെ, ചെങ്കടൽ അക്കരെ കയറുമെങ്കിൽ അതിനു മുമ്പേ പിതാവായ ദൈവം ഭൂമിയിലിറങ്ങി ഇന്ന് സോദോമിനോടും ഗോമോറായോടും ഏത്ത വിട്ടുകൊണ്ട് ക്ഷമ പറയും. ഒരലിട്ടെന്നെ ഇടിച്ചാൽ ഇപ്പോഴെന്റെ കഴുത്തിന് യോനാശാവന്റെ കാലവെട്ടി പോലെ വെട്ടിക്കളഞ്ഞാലും ഞാൻ പിന്മാറുന്നവനല്ല. പാപങ്ങളുടെ മുകളിൽ പാപങ്ങളാണ് ഇത് മുഴുവൻ. മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളാണ്. ദൈവത്തിന്റെ നിയമങ്ങളും കൽപ്പനകളും കാറ്റിൽ പറപ്പിച്ചു കളയുന്നു. മനുഷ്യനുണ്ടാക്കുന്ന നിയമം എന്തിനെ മെത്രാന്മാരെന്ന് പറയുന്ന ഈ പരിശുദ്ധ പിതാക്കന്മാരെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വെരി റവറൻ ഫാദർ, മോസ്റ്റ് റവറൻ ഫാദർ എന്നൊക്കെ പറയുന്ന പുള്ളികള് ഈ കഴിഞ്ഞ പ്രാവശ്യം 5 മെത്രാന്മാർക്ക് പട്ടം കൊടുത്തപ്പോ പട്ടി എല്ലിന് കടിക്കുന്ന പോലാണ്. ആ ഭദ്രാസനം എനിക്ക് വേണം, ഈ ഭദ്രാസനം എനിക്ക് വേണം, അവിടെ തന്നില്ല ഞാൻ വോട്ട് വരികയില്ല, ഇവിടെ തന്നില്ല ലോട്ട് വരികയില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഭദ്രാസനം പിടിച്ചു പറിക്കുന്ന ദൈവവേലയാണോ ഇത് ക്രിസ്തീയ വേലയാണോ? യേശു ഇങ്ങനെന്നാ പഠിപ്പിച്ചിരിക്കുന്നത്? ഒരു കല്ല് കയറി പറയാമോ എന്നെ മൂലക്കല്ലാക്കണോ അല്ലെ ആണിക്കല്ലാക്കണോ എന്ന്? കല്ലാന്നോ പറയുന്നതോ അതിന് പണിയുന്ന മേശിയാന്നോ നിശ്ചയിക്കുന്നത്? തുമ്പോൺ ഭദ്രാസനത്തിനും കോട്ടയം ഭദ്രാസനത്തിനും ഒക്കെ എത്ര ദിവസമാണ് കിടന്ന് പിടിച്ചതെന്നറിയാമോ? എന്തിനു വേണ്ടിയാ പിടിക്കുന്നത്? ഇവിടുത്തെ ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണെന്നോ അവരുടെ പോക്കറ്റിൽ നിന്ന് കാശടിച്ചെടുക്കാനോ? എന്തിനാ ഇത് പിടിച്ചെടുക്കുന്നത്? തോമസ് അപ്പോസ്തലൻ ഏത് ഭദ്രാസനത്തിന്റെ അധിപനായിരുന്നു? ഇവിടെ ഏത് ഭദ്രാസനം ഉണ്ടായിട്ടാ തോമസ് അപ്പോസ്തലന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതല്ല പറയുന്നത്? ആ തോമസ് അപ്പോസ്തലന്റെ പേരിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത നസറേനായ യേശുവിന്റെ നാമത്തിൽ AC റൂമിൽ കിടന്ന് ബ്ലൂ വിലിയും കാണുന്നതാണോ ദൈവവേല? കീറ്റുശീലയിൽ ചുറ്റപ്പെട്ട ശിശുവിനോടുകൂടി അമ്മയോടുകൂടി ശിശുവിനെ കാണുമെന്ന് പറഞ്ഞ കീറ്റുശീലയിൽ ഒരു പുൽത്തുണിയില്ലാതെ കീറ്റുശീലയെ തൊട്ടിക്കിടന്ന യേശുവിന്റെ നാമത്തിലല്ലേ ഈ കിടന്ന് കളിക്കുന്ന ഒരു മെത്രാൻ 5-6 കാറുകള്, കാറിന്റെ 10 ഇരട്ടി അതിന് എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്ത് കൊണ്ട് നടക്കുന്നത്? വിധവയുടെ ജില്ലിക്കാശാണ് ഇത് പിടിച്ചെടുത്തിരിക്കുന്നത്, ഓർത്തോണം. ആകാശവും ഭൂമി സൃഷ്ടിച്ചവനായ ദൈവം മടയനാണെന്ന് കരുതരുത്. അല്പം കൂടി വരട്ടെ. വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിട്ടുണ്ട്. ഏത് സമയം കോടാലി അമരും, വൃക്ഷം താഴെ പോവും. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം കൂടെ ഉള്ളൂ. നമ്മൾ കുർബാനയ്ക്ക് തക്സായി ചൊല്ലുന്നു, സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്ന നല്ലൊരു അന്ത്യത്തിന് നീ ഇവരെ യോഗ്യരാക്കണമേ എന്ന്. ഈ മൈക്കിൽ കൂടെയും അല്ലാതെയൊക്കെ ചൊല്ലിക്കൊടുത്തിരിക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ ആളുകൾക്ക് കിട്ടുന്നുണ്ട്, ചൊല്ലിയ ആളുകൾക്ക് ഇത് കിട്ടുന്നില്ലല്ലോ എന്നൊരു സങ്കടം എനിക്കുണ്ട്. അതുകൊണ്ട് നീക്കോദിമോസ് എന്നുള്ളത് പണ്ടാരോ പറഞ്ഞിരിക്കുന്നു ഇരുളിന്റെ പുത്രൻ എന്നാണ്. ഈ മനുഷ്യൻ കയറി ഈ അയാളുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ചിൻസി ആശ്രമം, അത് മുടിച്ചു മുണ്ടക്കോലടിച്ചു. ഇപ്പൊ തന്നെ ഇവിടെ നാന്നിയിലൊക്കെ ഓരോരുത്തരും നിലയ്ക്കൽ വോയിസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു. ഈ അരമന വിഭാഗിച്ചിട്ട് ലോഡ്ജാക്കി കൊടുക്കാൻ പറയുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബോംബെ ചുമന്ന തെരുവിൽ കിടക്കുന്ന അന്തേവാസികൾക്ക് സ്വർഗരാജ്യം ചിലപ്പോൾ കിട്ടിയേക്കും, അബ്രഹാമിന്റെ മടിയിൽ ഇരുന്നേക്കും. ഈ പറയപ്പെടുന്ന ഒരെണ്ണം പോലും ചെങ്കടലക്കര കിടക്കുകയല്ല. ചെങ്കടൽ കടന്നിട്ടുണ്ട്, ജോർദാൻ കടന്നിട്ട് വേണ്ട കനാൻ ദേശം കാണാൻ. ഒരു വാക്കുകൂടെ ഞാൻ സൂചിപ്പിക്കാൻ ഓർക്കുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ യഹോവയായ ദൈവം പറയുന്നു, മനുഷ്യപുത്ര, നിന്നെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. മനുഷ്യപുത്ര, നിന്നെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. ഒരു കാതോലിക്ക എന്ന് പറയുന്നത് സഭയുടെ കാവൽക്കാരനാണ്. ഒരു മെത്രാൻ എന്ന് പറയുന്നത് മെത്രാസനത്തിന്റെ ഒരു ഭദ്രാസനത്തിന്റെ കാവൽക്കാരനാണ്. ഒരു വൈദികൻ എന്ന് പറയുന്ന ഒരു ഇടവയുടെ കാവൽക്കാരനാണ്. ഇടവയിലെ ആടുകളെ കൊന്നു തിന്നാനല്ല, അതിന് കാവൽ ജോലിക്കാണ് ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ഇടയന്മാര് ഈ ആടുകളെ 34-ാമത്തെ എസെക്കിയേൽ 34-ാമത്തെ അധ്യായം പറയുന്നു, യഹോവയുടെ ആടുകളെ കാണാതെ പോയതിനെ അന്വേഷിക്കുവോ, വഴിതെറ്റിപ്പോയതിനെ തിരികെ കൊണ്ടുവരികയോ,
മുറിവേറ്റതിനെ പൊറുപ്പിക്കുകയോ ചെയ്യാതെ മേധസായതിനെ അറുത്ത് തിന്നുന്നു, പോക്കറ്റ് വീർപ്പിക്കുന്നു, ശവം കുഴിച്ചിട്ടേച്ചും കാശ് വാങ്ങുന്നു. ഈ ഓർത്തഡോക്സ് സഭയെന്നതിനെ പറയാം, പക്ഷേ ഇത് ക്രിസ്തീയ സഭയെന്നതിനെ പറയുന്നത് ന്യായമാണോ? അതുകൊണ്ട് ഇത് കാവൽ ജോലിയാണെന്ന് ഓർക്കണം. ഇതിനെ ഈ കാവലേൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. എന്റെ ചങ്കിലെ ചോര കൊടുത്ത് ഞാൻ വാങ്ങി എന്റെ സഭയെ നിങ്ങൾ സംരക്ഷിപ്പീനെന്ന്. ആ ഉടയവൻ ഞാൻ വേഗം വരുന്നു, ചോദിക്കാൻ വരും. അന്നേരം കയ്യിലിരിക്കുന്ന ഒലക്ക പോലുള്ള വടിയൊക്കെ ഇതിലെ തെറിച്ചു പോകുന്ന അന്നേരം നമുക്ക് കാണാം. അന്നേരം കയ്യിലിരിക്കുന്ന കുരിശുപോക്കി യേശുവിനെ പേടിപ്പിക്കാൻ വേണ്ടി കുരിശുപോക്കി വരച്ചു കാണിച്ചാൽ കുരിശ് എതിലേ പോകുമെന്ന് നമുക്ക് കാണാം. തലയിലിട്ടിരിക്കുന്ന ഈ തുണി എതിലേ പോകുമെന്ന് നമുക്ക് കാണാം. ഉടയൻ വരുമ്പോൾ അച്ഛനക്ക് അച്ഛൻ വരുമ്പോ കൊച്ചച്ഛൻ പരിയത്ത് നിന്നോടെല്ലാം കണക്ക് ചോദിക്കാൻ വരുന്നു. അവസാന ചില്ലിക്കാശ് കൊടുത്തു തീരുവോളം ഈ കടമ്പ അക്കരെ കിടക്കുകയല്ലെന്ന് തന്റെ ഗിരിപ്രഭാഷണത്തിൽ ഉരുവിട്ടവൻ ആ യേശുവിന്റെ ശബ്ദം പുറത്തു വരാൻ വരുന്നു. ഇത് മുഴുവൻ സസൂക്ഷ്മം അവിടെ നിന്ന് കാണുന്നില്ല എന്ന് കരുതരുത്. ബ്ലൂ ഫിലിം കാണുന്നവരെയും സ്ത്രീകളെ അമിതമായി സ്നേഹിക്കുന്നവരെയും പണത്തെ സ്നേഹിക്കുന്നവരെയും പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നവരെയും കൂട്ടുകാരെ സ്നേഹിക്കുന്നവരെയും യേശു ഒരു ചോദ്യം പത്രോസ്ലിഹായോട് ചോദിച്ച ചോദ്യം ഓർക്കുന്നു. ബെറിയമാനെ ശിമോനെ, നീ കാണുന്നതിലൊക്കെ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നൊയമ്പ് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും നൊയമ്പ. പാലൊഴിച്ചൊരാൾ കാപ്പ് കുടിച്ചാൽ അങ്ങോട്ട് നോക്കുപോലുമില്ല. വീട്ടിൽ പോയിരുന്ന് ചിക്കൻ തിന്നുകയും ചെയ്യും. വീട്ടിൽ പോയിരുന്ന് ആരും കാണാൻ ചിക്കൻ തിന്നും. പക്ഷെ പള്ളി വരുമ്പോൾ പാലൊഴിച്ചൊരുക്കൻ കാപ്പ് കുടിച്ച് അവനെ ശാസിക്കും, അങ്ങോട്ട് നോക്കത്ത് പോലുമില്ല. നൊയമ്പ. കുമ്പിട്ടില്ലെങ്കിൽ വഴക്കാണ്. അതേസമയം ഒരു വിഭാഗം ആളുകൾ വന്ന് ഡോക്ടർ പറഞ്ഞു കുനിയരുതെന്ന്, അതുകൊണ്ട് എനിക്ക് കുമ്പിടാൻ വയ്യ. വേറൊരു കൂട്ടർ പറയുന്നു ഏതാണ്ട് 3-3.5 അടി മുന്നോട്ട് നിൽക്കുന്ന വയറ്, അതുകൊണ്ട് എനിക്ക് കുനിയാൻ വയ്യ. യേശുവേ എനിക്ക് കുമ്പിടാൻ വയ്യ. പക്ഷേ മരിക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് വരെയും കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ച പരിമല കൊച്ചു തിരുമേനിയുടെ കവറങ്കിലെ പണം അടിച്ചുകൊണ്ട് പോകുന്ന പരീക്ഷകളെ, കൊച്ചു തിരുമേനി ആരാധിച്ച ദൈവത്തെ നിനക്ക് ആരാധിക്കാൻ കഴിയുമോ? അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും തിരുമേനി തിരുമേനി എന്നുള്ള വിളി നിങ്ങൾ ഇച്ഛിക്കുന്നു. വിധവയുടെ വീട് വിഴുങ്ങുന്ന കാട്ടാളന്മാരെ, മനത്തിൽ കിടക്കുന്ന വീരപ്പൻ പോലും നിങ്ങളുടെ അതിക്രമം കണ്ടിട്ട് ഞെട്ടിപ്പോകുന്നു. അവൻ കരയുന്നു കിടന്ന്. മനം തിരിഞ്ഞ് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ വൃക്ഷത്തിന്റെ അടിയിൽ കോടാലി വെച്ചിരിക്കുന്നു. തല പോകുന്നേ, തല പോകട്ടെ. യോഹന്നാൻ സ്നാപകന്റെ തല പോയി, ഇനിയും പല തലകളും പോവും. ഉള്ള സത്യം വിളിച്ചു പറയുന്നതിന്റെ തല പോകും, പൊക്കോട്ടെ. എങ്കിലും ഞാൻ വാഴക്കുന്നതിനോട് വീണ്ടും ആവശ്യപ്പെടുന്നു, ഒരു കാരണവശാലും നീക്കോ ദിവസനോട് ഉടമ്പടിക്കോ മധ്യസ്ഥതയ്ക്കോ ക്ഷമ പറയാനോ പോകരുത്. വാഴക്കുന്ന അന്തസ്സും അഭിമാനവും ഉള്ള കുടുംബത്തിൽ ജനിച്ചൊരു ശ്രേഷ്ഠനായ മനുഷ്യനാണ് അദ്ദേഹം. ഒരു കോളേജ് അധ്യാപകനാണ്, പ്രൊഫസറാണ്, പൊതുകാര്യം പ്രവർത്തിക്കുന്നവനാണ്, കുടുംബസ്ഥിതിയുള്ളവനാണ്, കുടുംബ പാരമ്പര്യമുള്ളവനാണ്, കുടുംബ യോഗമുള്ള ഒരു കുടുംബത്തിലെയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.